അശോക എത്ര നേരായിടാ ഇത്? മഴയല്ലേ ഷാജിയണ്ണ, ഇത് ഓർഡർ ചെയ്താൽ കിട്ടൂലല്ലോ. ബിവറേജിൽ പോണം, വാങ്ങണം, ക്യൂ നിക്കണം, ലേറ്റ് ആവും. എന്താണ് പറ? എടാ ഉമേഷ് ഒന്ന് നിർത്തിയിട്ട് വാടാ. ഇന്നെങ്കിലും അവള് മര്യാദ കിടന്നു ഉറങ്ങട്ടാ. സോറി ഷാജി, അവന്റെ ഒരു കോപ്പില ഫോൺ. വീട്ടിൽ ചെന്നൊന്നും നടക്കില്ല ഷാജേട്ടാ. ആശാന് അടുത്തത് എടുത്തോ. ദാരിദ്ര്യം. ചിക്കനും ബീഫും ഒന്നും ഇല്ലടേ. ഉള്ളത് ഞണ്ണടാ. വെള്ളം കുറച്ച് മതിയേ. കരിഞ്ഞണ്ടിനെ കാണുഞ്ചോ, കണ്ണിറുക്കി കാണുഞ്ചോ, രേ 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 രേ. ആരുടെ വണ്ടി സ്റ്റാർട്ട് ആക്കുന്നത് അറിയില്ല. ആരുടെ ബെല്ലടിക്കണേ? ആരാണ്ടത്? ആരാന്ന്? ആരാന്നല്ലേ ചോദിച്ചു? ആരുമില്ല ആശാനെ. ആരടാ ആരടാ ഒളിഞ്ഞിരിക്കുന്നത്? പുറത്തേക്ക് പോടാ. മരിക്കാൻ പേടിയുണ്ടോ? ആളുകളെ കൊല്ലാൻ പേടിയില്ലല്ലോ. നിങ്ങളാരാ? നിങ്ങൾ ഞങ്ങളെ ഓർക്കാനിടയില്ല. കാരണം മരിച്ചവരെ ആരോർക്കാൻ? അതും വെറുമൊരു മരണമായിരുന്നില്ലല്ലോ, കൊല്ലപ്പെടുകയായിരുന്നില്ലേ? ഈ ജോലി എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു. അവരെ നോക്കാൻ ഞാനല്ലാതെ മറ്റാരുമില്ല. അവരുടെ ജീവിതം കൂടിയാണ് നിങ്ങളില്ലാതാക്കിയത്. സീബ്ര ലൈനിലെ നിയമം നിങ്ങൾക്കറിയാമോ? അതും സ്കൂൾ പരിസരത്ത്. അറിയാം. സത്യത്തിൽ ബസ് ഓടിക്കുന്ന ഡ്രൈവർ മാത്രമല്ല കുറ്റക്കാരൻ. കളക്ഷൻ കൂട്ടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ബസ് ഉടമയും അതിന് കൂട്ടുനിൽക്കുന്ന കണ്ടക്ടറും ക്ലീനറും ഒക്കെ കാരണക്കാരാണ്. താനൊന്ന് മാറിക്കിടോ. ഇയാൾ കുറെ നേരമായി ചുമ്മാ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കും. എന്ത് പറ്റിയടാ? ഇവനാളൊരു ഞരമ്പനാ. നീ ഒന്ന് മാറിയിരുന്നേ. എന്താടോ എന്റെ പ്രശ്നം? താൻ പോടോ. നീ ആരടി എന്ത് പരിപാടി കാണിക്കണം? ഞങ്ങൾ മാറി നിന്നാ കൊച്ചിന്റെ അടുത്തുനിന്ന് കുറെ നേരം ശ്രദ്ധിക്കണം. ഇവരൊക്കെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കണ്ടാവും. ചേട്ടനോട് പറഞ്ഞില്ലേ പറയാം. പൊതുസ്ഥലത്ത് ഇങ്ങനെ തന്നെയാണ്. ഒന്നങ്ങോട്ട് മാറി ഇരിക്കുന്നല്ലേ. ആ കൊച്ചു കുറെ നേരം അവിടെ നിൽക്കുന്നത്. അതൊന്നും അവിടെ ഇരിക്കട്ടെ. താങ്ക് യു ചേച്ചി. അങ്ങോട്ട് കേറിന്നേ, അടുത്തടുത്ത് നിന്നേ. ടിക്കറ്റ് മേടിക്കട്ടോ, വിളിച്ചേക്കല്ലേ. ഹലോ പറയാളിയാ, എവിടെയാ? ഹലോ ഞാനോ? ഞാൻ ഓട്ടത്തിലാ. ഫോണില്ല. വൈകിട്ട് നമുക്കൊന്ന് കൂടണം കേട്ടാ. നീ കാണൂലടാ. ഇവൻ ആള് ശരിയല്ല.
പിന്നെ നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം. നീ കൂടെ ഉണ്ടാവൂലേ? ഓക്കെ അളിയാ, വൈകുന്നേരം വരുമ്പോ കാണാം. അവന്റെ ഒരു ഫോൺ വിളി. ഓക്കെ എന്നാ, ബൈ ബൈ. കിട്ടിയോ? അയ്യോ കുഞ്ഞുമാവ് വീഡിയോ എടുക്കണ? എടുത്തോ. ദാ ശരിക്കും എടുക്ക്. മോളെ ഏത് യൂട്യൂബ് ചാനലാ? മോൾക്ക് ഏത് പോസാ വേണ്ടത്? എന്നാ പിടിച്ചോ ശരിക്കും പിടിച്ചോ. താൻ നേരെ നോക്കി വണ്ടി ഓടിക്കണം. എന്തോ പോക്കാടോ പോന്നെ? പതുക്കെ പോടോ. പോടാ ആളെ കൊല്ലോ കൊണ്ടുവന്നാ. അയ്യോ പാഠം പഠിച്ചു വലുതായി മാതാപിതാക്കൾക്ക് കാവലായി നിന്നിടേണം. ഒരു കുട്ടി മരിക്കുമ്പോൾ ആ കുടുംബവും മരിക്കും. ഈ കുട്ടികളുടെ സ്വപ്നങ്ങളാണ് നിങ്ങളുടെ അശ്രദ്ധ കാരണം ഇല്ലാതായത്. മക്കളെ മാപ്പ്. ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. ഒരു പുഞ്ചിരിയോടെ മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരും കാൽനടക്കാരും മനുഷ്യരാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം. അണ്ണാ എന്താടാ സാൻ റെഡി വാ അണ്ണാ. എന്താ വരുന്നു? പോവാ കേറ്. എപ്പോഴും ഇങ്ങനെ വിളിക്കണമെന്നില്ല, വന്നോണ്ടിരിക്കുകയല്ലേ. ഓ ശരി അണ്ണാ ഇനി വിളിച്ചാ ഫോൺ എടുക്കണ്ട, കട്ട് ചെയ്തേക്ക. പാട്ടിന്റെ വോളിയം കൂട്ടറാ. ഡേറ്റ് എന്നാന്ന് ഇന്ന് ഡോക്ടർ പറയാതിരിക്കല്ലേ അച്ഛാ? ആന്റണി മാഷേ ഒന്ന് പതുക്കെ പോയാ മതി. നോക്കുന്നത് 7-ാം മാസോ. ഞാൻ ശ്രദ്ധിച്ചോളാം മാഷേ. ഓ എന്നെ മാത്രമല്ലല്ലോ കൊന്നത്, ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിനെ കൂടിയല്ലേ. ഇതിനൊക്കെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. 10-25 വർഷത്തോളമായി ഓട്ടോ ഓടിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഈ ഒരു കാലത്തിനിടയിൽ ഒരു ചെറിയ അപകടം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ വണ്ടിയിൽ കയറുന്ന യാത്രക്കാർക്ക് എൻ്റെ കുഴപ്പം കൊണ്ട് ഒരു പോറൽ പോലും മേൽക്കരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു എനിക്ക്. എന്നിട്ടും അത് സംഭവിച്ചു. ഇവിടെ ഞാൻ മാത്രം മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് എന്താ കാര്യം? മറ്റുള്ള ഡ്രൈവർമാരും ആ മര്യാദ കാണിക്കണ്ടേ? നിങ്ങൾ കാരണം ഒരു ജീവൻ പോലും പൊലിയാൻ പാടില്ല. നിങ്ങളൊന്ന് ചുറ്റും നോക്കിയാൽ മതി അപകടങ്ങളിൽ മരിച്ചവരുടെ അവസ്ഥ കാണാൻ. കൈയും കാലും നഷ്ടപ്പെട്ടവരെ കാണാം, ഒന്ന് അനങ്ങാൻ വയ്യാതെ കിടക്കുന്നവരെ കാണാം. ഇതുപോലെ ജീവൻ പൊലിഞ്ഞ നിരവധി ആത്മാക്കൾ ശാന്തി കിട്ടാതെ നിങ്ങളെ പിന്തുടരുന്നുണ്ട്.